നിങ്ങളൊന്ന് വാ തുറന്നു നോക്കുക, അടച്ചു നോക്കുക, പല്ലുകളൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോയി നോക്കുക. അപ്പോൾ നിങ്ങളുടെ ഈ ജോയിന് ചെറിയ കടക്ട ഒരു ക്ലിക്കിംഗ് സൗണ്ട് പോലെ തോന്നുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ ചെവി ഇടയ്ക്കിടയ്ക്ക് അടച്ച് ഇങ്ങനെ വരുന്ന പോലെ തോന്നുന്നുണ്ട്. ഇതെല്ലാം തന്നെ നമ്മുടെ TMJ ഡിസോർഡറിൻ്റെ, അതായത് നിങ്ങളുടെ ജോയിന്റിന്റെ ടെമ്പറോ മാൻഡിബുലർ ജോയിന്റ് ഡിസോർഡർ തുടക്കത്തിലാണ് നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ ചെറിയ രീതിയിൽ ക്ലിക്കിംഗ് സൗണ്ട്സും നിങ്ങളുടെ ഒരു പോപ്പിംഗ് സൗണ്ട്സ് ഒക്കെ തോന്നുന്നത്. ഇനി ഈ പറഞ്ഞതുപോലെ ഇതൊന്നും നിങ്ങൾ ശ്രദ്ധിച്ചില്ല എങ്കിൽ അടുത്ത സ്റ്റേജ് ആയിട്ട് നിങ്ങൾക്ക് പെയിൻ വരാം. അതും ശ്രദ്ധിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് വാ തുറക്കുമ്പോൾ ബുദ്ധിമുട്ടുകൾ വരാം. അതും ശ്രദ്ധിച്ചില്ലെങ്കിൽ വാ തുറന്നു കഴിഞ്ഞതിന് ശേഷം അടയ്ക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് വരെ എത്താം. അപ്പോൾ ഇതെല്ലാം ഒരു പ്രോഗ്രസീവ് ആയിട്ടുള്ള ടെമ്പറോ മാൻഡിബുലർ ജോയിന്റ് ഡിസോർഡേഴ്സിന്റെ ഒരു ലക്ഷണങ്ങളാണ്. അപ്പോൾ തുടക്കത്തിൽ ഈ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് ചെറിയ ക്ലിക്കിംഗ് സൗണ്ട്സ് ഒക്കെ വരുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ പ്രോപ്പർ ആയിട്ട് അതിനുള്ള മെഡിസിൻസോ അതല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ അതിനുള്ള ഫിസിയോതെറാപ്പി എക്സസൈസ് ഉണ്ട്, അതല്ലെങ്കിൽ അതിനുള്ള TMJ സ്പ്ലെയിൻസിന്റെ ട്രീറ്റ്മെന്റ്സ് ഉണ്ട്, അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാം. ഇത് ബേസിക്കലി നിങ്ങൾ ഈ പറഞ്ഞതുപോലെ ഇത് വരുന്നതെന്ന് പറയാൻ നമ്മൾ ഇംപ്രോപ്പർ ചൂയിങ് ഹാബിറ്റ്സ്, അതുപോലെ നമ്മുടെ ഇംപ്രോപ്പർ പോസ്ചർ, നമ്മുടെ ഇംപ്രോപ്പർ ആയിട്ടുള്ള ബൈറ്റ് കറക്റ്റ് അല്ലാത്ത, അതുപോലെ ഈ പറഞ്ഞ പോലെ പല്ലുകൾ റീപ്ലേസ് ചെയ്യാതിരിക്കുക, ഇങ്ങനത്തെ ഓരോ ഹാബിറ്റ്സും കാര്യങ്ങൾ കൊണ്ടാണ് ടെമ്പറോ മാൻഡിബുലർ ജോയിന്റിന് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. അപ്പോൾ ഇതെല്ലാം കറക്റ്റ് ചെയ്ത് കഴിയുമ്പോൾ കണ്ടീഷൻസും മാറും. അപ്പോൾ നമ്മൾ ബേസിക്കലി പറഞ്ഞ പോലെ ഈ ഇനീഷ്യൽ ക്ലിക്കിംഗ് ആൻഡ് പോപ്പിംഗ് സൗണ്ട്സ് നമ്മൾ ശ്രദ്ധിക്കാതിരിക്കരുത്. അതിനൊരു ആവശ്യമായ അതിനുള്ള ട്രീറ്റ്മെന്റ്സ് എടുക്കണം.